ഹലോ ഗായ്സ്, വി ആർ വെൽക്കം സിമ്പിൾ ലോണർ ലിവിങ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഡെയിലി വ്ളോഗാണ് ചെയ്യുന്നത്. ഒത്തിരി പേര് പറഞ്ഞു ഗായ്സ് കുറയ്ക്കൂ, സ്പീഡ് കുറയ്ക്കൂ എന്നൊക്കെ. ഞാൻ സ്പീഡൊക്കെ കുറച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റിൽ തന്നെ നമ്മൾ ടീ ഒക്കെ കുടിച്ചിട്ട് രാവിലെ വന്ന് നമ്മുടെ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഗായ്സ്, അതിന് ശേഷം നമ്മൾ നമ്മുടെ ഒരു തുണി, ഒരു ബെഡ്ഷീറ്റ് കണക്ക് ഒരു സംഭവം എടുത്ത് താഴോട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പേരക്കൊക്കെ, നമ്മുടെ മാമാടെ വീട് തന്നെയാണ്, ഞാൻ അപ്പുറത്തെ വീടെന്ന് പറഞ്ഞതാണ്. അതിനുശേഷം നമ്മൾ ചിക്കനൊക്കെ വറക്കുന്നു അവിടെ. അതിനുശേഷം നമ്മൾ അതിനകത്ത് നിന്നൊരു പീസൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ പണിയിലേക്കൊക്കെ കിടന്നു. നമ്മൾ ഇച്ചിരി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി കുടഞ്ഞു വിരിച്ചിട്ടും കിടന്നിട്ട് എഴുന്നേറ്റ് വന്നില്ലയോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ഒന്ന് കിടന്നിട്ട് നമ്മൾ ഈ താഴെ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങി. അവിടെ കോഴിയും അതും ഇതൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ ഒന്ന് കാണാൻ പോയി. അവിടെ ലവ് ബേർഡ്സും അതും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് അതിന് ശേഷം നമ്മൾ ഉമ്മി നോക്കിയപ്പോൾ മന്തിക്കുള്ള സാധനം മേടിക്കാൻ പോയി. ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് വെക്കുന്നത്, സാധാരണ നമ്മൾ വെക്കുമായിരിക്കും. ഇത് ഇന്ന് സ്പെഷ്യലുണ്ട്. നമ്മുടെ വീട്ടിൽ 2 ഗസ്റ്റൊക്കെ വരുന്നുണ്ട് ഗൈസ്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൂടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ലോണമൊക്കെ കുത്തിപ്പറക്കി വെക്കുന്നുണ്ട്. ഈ മരപ്പ് പിടിക്കാൻ വേണ്ടി കുത്തുന്നു. അരപ്പ് പിടിക്കാൻ വേണ്ടി കുത്തുവാണ്. ശേഷം നല്ല കളേർഡായിട്ടുള്ള അരപ്പൊക്കെ പിടിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അരപ്പൊക്കെ പിടിച്ച് വന്നപ്പം അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെയൊക്കെ ഒന്നുകൂടെ ഒന്ന് തുടക്കുകയൊക്കെ ചെയ്യണ്ടായോ. നമ്മൾ തുടച്ചു. അതിനുശേഷം നമ്മൾ മയണോയ്സ് അടിച്ചു വെച്ചു. ഒത്തിരി അങ്ങ് മന്തിക്ക് വേണ്ടി തിക്കാക്കരുത്, അപ്പോൾ റൈസിൻ്റെ കൂടെ കഴിക്കാനൊരു ഇത് കാണത്തില്ല. അതിനാണ് നമ്മൾ അത്യാവശ്യം ലൂസായിട്ട് വെക്കുന്നത്. അതാകുമ്പം ഒത്തിരി അങ്ങ് തിക്കാക്കുന്ന മയണോയ്സ് അൽഫാമിൻ്റെ ഒക്കെ കൂടെ അതാണ് ബെറ്റർ. പിന്നെ നമ്മൾ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, മീനൊക്കെ പിടിക്കണമായിരുന്നു ഗൈസ്. മീനെ പിടിച്ച് ഈ അക്വേറിയസ് കണക്കത്തെ സംഭവം നമ്മുടെ വീട്ടിൽ ഭയങ്കര ടാങ്ക് കണക്കൊക്കെ പണിയുന്ന ഇടയ്ക്ക് വെച്ചൊരു ക്രാവിങ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ അഭിമുഖമായിട്ട് പണിഞ്ഞ് വെച്ചായിരുന്നു. ഇപ്പം അതൊരു പണിയായിട്ട് വന്നേക്കാണ് ഗൈസ്. ഇതിനിപ്പം മീനെ എടുത്ത് വെള്ളം മാറ്റിയിട്ട് നമ്മൾ അടുത്ത കുളത്തിലോട്ട് പിടിച്ചിടാൻ പോവുകയാണ്. മീൻ വലിയ മീനാണ് ഗൈസ്, അതുകൊണ്ടാണ് പാട്. കൊത്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാടാണ്. അനിയൻ എൻ്റെ ഇടയ്ക്കൂടെ തൊടാനൊക്കെ പോകുന്നുണ്ട് ഗൈസ്. അത് പാവമാണ്, വലിയ ആൾ കുഴപ്പമൊന്നുമില്ല. ഒരു 2, 3, 4, 5, 6 വർഷം കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട് ഈ സംഭവം. പിന്നെ നമ്മൾ അവസാനം മന്തിയൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മൾ പാലട വെക്കാമെന്ന് വെച്ചു ഗൈസ്. പാലട വെക്കുകയാണ്. അടിപൊളി പാലടയായിരുന്നു, മന്തിയായിരുന്നു. നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ പറ, ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ അവസാനം നമ്മളൊരു ഐസ്ക്രീം ഫലൂടയും കൂടെ കഴിച്ചിട്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മീനെ കാണാൻ പോയി. നല്ല രസമുള്ള കുഞ്ഞി മുഷി എന്ന് പറഞ്ഞ മീനായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. ആ കുളത്തിൽ കിടന്ന് ഇങ്ങനെ പിടയ്ക്കുന്ന കാണാനും. പിന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ പേരക്കൊക്കെ പിച്ചിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇതിവിടെ വൈറ്റപ്പ് ചെയ്തു. താങ്ക് യു ഫോർ